നമസ്കാരം. കേരള ഹൈക്കോടതിയുടെ ഒരു വിചിത്രമായ ഒരു വിധി വന്നിരിക്കുകയാണ്. പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് അനുവദിക്കാൻ സാധിക്കുകയില്ല. വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ ഈ വിധിയോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സ്ഥാപനമാണ്. സ്വകാര്യ വ്യക്തി അയാളുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട്, അയാളുടെ വളർച്ചയ്ക്കും അയാളുടെ ഉന്നതിക്കും വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് ഗവൺമെന്റിൽ അടച്ചുകൊണ്ട് അയാൾ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പെട്രോൾ പമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അയാൾ തുടങ്ങിയ ആ പെട്രോൾ പമ്പിലെ ശുചിമുറി നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കണം എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതായത് സർക്കാർ സ്ഥാപനങ്ങളുടെ, കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളുടെയും ശുചിമുറി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തുറന്നു കൊടുത്ത് മാന്യത പുലർത്തണം. ഇനി അതും അല്ലാത്ത പക്ഷം കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും ഉണ്ട്. കേരളത്തിലെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ശുചിമുറി കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. കേരളത്തിൽ ഒരു പൊതുസ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിലവിലെ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ പാലിക്കപ്പെടണം. 1, ശുചിമുറി ഉണ്ടായിരിക്കണം. 2, വികലാംഗർക്ക് കയറി ചെല്ലുവാനുള്ള ഒരു സ്ലൈഡിങ്. വികലാംഗർക്ക്, അതായത് വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകൾക്ക് കർശനമായി അവിടെ വരുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ശുചിമുറി അനുവദിക്കണം. അല്ലെങ്കിൽ ശുചിമുറി അവിടെ പണിയണം എന്ന് ഗവൺമെന്റ് അതികർശനമായി പറയുന്നതിന്റെ കാരണം, അവിടെ വരുന്ന ആളുകൾക്ക് ശുചിമുറി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അവർ അങ്ങനെ ശുചിമുറി ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കരുത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പെട്രോൾ പമ്പ് തുടങ്ങുമ്പോഴും അവിടെയും ശുചിമുറിയുടെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ശുചിമുറിയുണ്ട് എന്നും കരുതി പെട്രോൾ പമ്പിലെ ശുചിമുറി പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കണം എന്ന് പറയുന്നത് യാതൊരു യുക്തിക്കും നിരക്കാത്ത കാര്യമാണ്. കാരണം അത് ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ല, അതൊരു സ്വകാര്യ മേഖലാ സ്ഥാപനമാണ്, സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ദീർഘദൂര യാത്രകൾക്കും മറ്റും പോകുന്ന ആളുകൾ, സ്ത്രീകൾ അടക്കം, കുട്ടികൾ അടക്കം ഉള്ളവർ, പ്രായമായവർ അടക്കമുള്ളവർ, എപ്പോഴും അവർക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് പെട്രോൾ പമ്പ് മാത്രമായിരിക്കും. അപ്പോൾ പെട്രോൾ പമ്പിൽ ഇതുവരെ എല്ലാ ആളുകൾക്കും, അത് സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും പെട്രോൾ പമ്പിൽ കയറി ചെന്ന് ശുചിമുറി ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും ഈ വിധി വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ഉണ്ടായിരുന്നു. ആ ഒരു വിധിയാണ് കേരള ഹൈക്കോടതിയിലെ ഒരു പ്രത്യേക ഉത്തരവിലൂടെ നീക്കിയിരിക്കുന്നത്. അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് കയറി ചെല്ലുവാൻ, തങ്ങളുടെ ആവശ്യം നിറവേറുവാൻ, അല്ലെങ്കിൽ തങ്ങൾക്ക് ശുചിമുറി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അത് നിറവേറുവാൻ ഇനി ഒരു സ്ഥാപനം ഇല്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ദീർഘദൂര യാത്രകളായിക്കോട്ടെ, ചെറിയ യാത്രകളായിക്കോട്ടെ, യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, സ്ത്രീകളും പുരുഷന്മാരും, ഈ പറയുന്നത് പോലെ വൃദ്ധന്മാരും ബാലന്മാരും ആയിരിക്കുന്ന ആളുകൾക്ക് ഒരു ശുചിമുറി ഉപയോഗിക്കാൻ ഒരു സ്ഥാപനം ഇനി ഇല്ല. ഇവരൊക്കെയും പൊതു വഴിയിടങ്ങളിൽ കാര്യം സാധിച്ചാലത്തെ അവസ്ഥ എന്താകും? സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശുചിമുറി, സൗജന്യമായി തന്നെ ശുചിമുറി നൽകി തരേണ്ട ഒരു ബാധ്യത സർക്കാരുണ്ട്. പക്ഷെ അത് ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നതാണ് ഒരു നഗ്നമായ സത്യം. അപ്പോൾ അങ്ങനെ ഒരു സത്യം നിലനിൽക്കെ ആകെക്കൂടി ഉണ്ടായിരുന്ന ആശ്രയമായ പെട്രോൾ പമ്പിനെ കൂടി അതിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുജനങ്ങൾ എവിടെ പോകും? അതാണ് ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നത്. ഈ പെട്രോൾ പമ്പ് ഉടമകൾ ഇവർ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകാൻ ഉണ്ടായ കാരണം, പെട്രോൾ പമ്പിൽ ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, അല്ലെങ്കിൽ അവരുടെ കാര്യസാധ്യം നടത്താം എന്ന ഒരു സ്വാതന്ത്ര്യം, എന്ന ഒരു നിയമം നിലനിൽക്കെ അത് ഒരുപാട് ആളുകൾ ആ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തു. ഈ ദുരുപയോഗം ചെയ്യലാണ് ഈ പെട്രോൾ പമ്പ് ഉടമകൾ ഇത്തരം ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകാനുണ്ടായ സാഹചര്യം. അതായത് ആളുകൾ ശുചിമുറി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്രോൾ പമ്പുകളിൽ ചെല്ലുകയും ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില പെട്രോൾ പമ്പുകളിൽ ശുചിമുറി ലഭിക്കാതെ വരികയും ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ ആളുകൾ കോടതിയിൽ പോയി ഒരു വലിയ തുക തന്നെ, പല പെട്രോൾ പമ്പ് ഉടമസ്ഥരും വലിയ തുകകൾ കോടതിയിൽ പിഴയായി കെട്ടിവെക്കുകയും ഈ വന്ന ആളിന് അതൊരു നഷ്ടപരിഹാര തുകയായി നൽകേണ്ടിയും വരുന്ന ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ വരുന്ന ആളുകൾ ആരും തന്നെ പെട്രോൾ അടിക്കുന്നില്ല, ഇവരുടെ ശുചിമുറി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ആ പമ്പിൽ കടന്നു ചെന്ന ആളുകളായിരുന്നു.
അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ ഇവർക്ക് ഭീമമായ നഷ്ടങ്ങൾ ഉണ്ടായി. കോടതിയുടെ ഉത്തരവുകൾ പ്രകാരം 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ വരെയൊക്കെയും ഈ ആളുകൾ നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെക്കേണ്ട സാഹചര്യം, അതായത് പെട്രോൾ പമ്പ് ഉടമസ്ഥർക്ക് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു. നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു നിയമം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാക്സിമം ദുരുപയോഗം ചെയ്യും, മാക്സിമം മിസ്യൂസ് ചെയ്യും. അങ്ങനെ മിസ്യൂസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് കേരള ഹൈക്കോടതിയിൽ പെട്രോൾ പമ്പ് ഉടമസ്ഥർ ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന് വേണ്ടി പോയത്. അവർ പറയുന്നതും യാഥാർത്ഥ്യമാണ്. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ശുചിമുറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഹോട്ടലിൽ ശുചിമുറി വെച്ചിരിക്കുന്നത് അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റ് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ശുചിമുറി വെച്ചിരിക്കുന്നത് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ പെട്രോൾ പമ്പിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു പൊതു കക്കൂസ് അല്ല അവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. പൊതു കക്കൂസ് നടത്താൻ വേണ്ടിയിട്ടല്ല പെട്രോൾ പമ്പിൽ ഒരു ശുചിമുറി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ശുചിമുറിക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്ന ആളുകൾക്ക് അതിന് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ നേരെ കോടതി പോവുകയാണ്. എനിക്ക് ഇന്ന പെട്രോൾ പമ്പിൽ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി, എനിക്ക് അവിടെ ശുചിമുറി ഉപയോഗിക്കാൻ പറ്റിയില്ല, എനിക്കുണ്ടായ ബുദ്ധിമുട്ടിന് അവർ നഷ്ടപരിഹാരം എനിക്ക് തരണം എന്നും പറഞ്ഞ് കോടതി കയറി ഇറങ്ങിയ ലക്ഷങ്ങളാണ് ഈ പെട്രോൾ പമ്പ് ഉടമസ്ഥർക്ക് നഷ്ടമായത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ കോടതിയിൽ പോയതാണ്. എന്തായാലും വ്യക്തിപരമായിട്ട് ഞാൻ ഈ തീരുമാനത്തോട് 100% യോജിക്കുന്നു. അവിടുത്തെ കസ്റ്റമേഴ്സിന് മാത്രമേ ശുചിമുറി നൽകേണ്ടതുള്ളൂ, അതാണ് ന്യായം. പക്ഷെങ്കിൽ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്തു നൽകേണ്ട കാര്യമാണ് ശുചിമുറി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇത് മൊത്തം കൂടെ പെട്രോൾ പമ്പുകാരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഡെയിലി നൂറുകണക്കിന് ആളുകളാണ് ഇതുപോലെ പെട്രോൾ പമ്പിലെ ശുചിമുറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ശുചിമുറി ഇതുപോലെ നിരവധി ആളുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ വന്നിട്ട് പോകുന്ന ഈ പെട്രോൾ പമ്പിലെ മൂത്രപ്പുരയിൽ കയറി മൂത്രം ഒഴിക്കുകയും ഒന്നും രണ്ടും ഒക്കെ കാര്യസാധ്യം നടത്തുന്നവർ അത് വൃത്തിയായിട്ടൊക്കെ പരിപാലിക്കുകയോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അത് കഴുകാൻ വേണ്ടിയിട്ട് ആ ബാത്റൂം അല്ലെങ്കിൽ അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരാളെ നിർത്താൻ പെട്രോൾ പമ്പുകാർക്കെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാഹചര്യം നിലനിൽക്കെ ഒന്നുകിൽ സൗജന്യമായിട്ട് പെട്രോൾ പമ്പിലെ ശുചിമുറി നാട്ടുകാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുമ്പോൾ ഗവൺമെന്റ് അവർക്കും എന്തെങ്കിലും ഒരു സൗജന്യമായിട്ടുള്ള കാര്യം ചെയ്തു നൽകണം. ഇതൊന്നും നൽകാതെ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. സൗജന്യമായ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ശുചിമുറി തുറന്നു കൊടുക്കുന്ന പെട്രോൾ പമ്പുകാർക്ക് എന്തെങ്കിലും സബ്സിഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഒക്കെ ഗവൺമെന്റ് അത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം, ആ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ പെട്രോൾ പമ്പ് ഉടമകൾക്ക് നൽകണം. നൽകാത്ത പക്ഷം അവരുടെ തലയ്ക്ക് കുതിര കയറിയിട്ട് ഇത് മൊത്തം കൂടെ നാട്ടുകാരുടെ ഈ വേസ്റ്റ് മുഴുവനും കൂടെ പെട്രോൾ പമ്പിന്റെ ജീവനക്കാർ ചുമക്കണം എന്ന് പറയുന്നതിനകത്ത് യുക്തി മനസ്സിലാവുന്നില്ല. അതിൽ യാതൊരു യുക്തിയുമില്ല. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ് എല്ലായിടത്തും കക്കൂസ്. പൊതുജനങ്ങളുടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊതു കക്കൂസ് അത് എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടാവേണ്ടതാണ്. അത് കൃത്യമായി പരിപാലിക്കപ്പെടേണ്ടതാണ്. കൃത്യമായി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ്. ഇതൊന്നും ചെയ്യാൻ സർക്കാരുകളെ കൊണ്ട്, അതായത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ കേരള സർക്കാർ ആയിക്കോട്ടെ ഇനി തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളായിക്കോട്ടെ, ഇവരാരും തന്നെ ചെയ്യാതെ ഇരിക്കുന്നു. ഇവരാരും തന്നെ ഈ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ചെയ്യാതെ ഇരുന്നിട്ട് ഇതുപോലെ ഓരോ സ്വകാര്യ മേഖലകളിൽ ഉള്ള ഇതുപോലുള്ള പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥരുടെ തലയിലേക്കൊക്കെ ഇത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ കൃത്യമായി തന്നെ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കണം. അല്ലാണ്ട് പെട്രോൾ പമ്പിന് വേണ്ടി മാത്രമായിട്ട് അവരിത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഏറ്റവും ആദ്യം സർക്കാർ തുറന്നു നൽകേണ്ടത് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ, സർക്കാർ സ്ഥാപനങ്ങളുടെ ശുചിമുറികളാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കേരളത്തിലെ എല്ലാ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടും ആദ്യം തുറന്നു നൽകേണ്ടത് സർക്കാർ സ്ഥാപനങ്ങളുടെ ശുചിമുറിയാണ്. അത് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ തലയിലേക്ക് നമുക്ക് കയറാം.